ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ കുട്ടികൾക്ക് ഇലയപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഗോതമ്പ് പൊടി, പിന്നെ ഇതിൽ ഫില്ലിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ശർക്കരയും തേങ്ങയുമാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ശർക്കര ചീകി എടുക്കുന്നുണ്ട്, തേങ്ങ തിരുമ്മി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ശർക്കര കട്ട് ചെയ്യുന്ന 2 കള്ളിക്കുറുമ്പുകൾ വന്നതാണ് നിങ്ങൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ വാഴയില ചെറിയ പീസാക്കി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലേക്ക് 1 നുള്ളു ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളം ചേർന്ന് ലൂസായി പോയാലും നമുക്ക് മാവ് പരത്തി എടുത്തു കഴിയുമ്പോൾ അതങ്ങനെ ഇലയപ്പത്തിൻ്റെ രൂപത്തിൽ കിട്ടത്തില്ല. അപ്പോൾ ആവശ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവിനെ ഇലയിലേക്ക് കട്ടി കുറച്ച് പരത്തുകയാണ്. ആദ്യം മാവ് നന്നായിട്ട് പരത്തി എടുത്ത ശേഷം അതിൻ്റെ നടുക്ക് ഒരു സൈഡിലായിട്ട് നമ്മൾ ഫില്ലിങ്സ് വെക്കുകയാണ്. ഫില്ലിങ്സായിട്ട് ശർക്കരയും തേങ്ങയും. എന്നിട്ട് മടക്കി വെച്ചിട്ടാണ് നമ്മളിത് ആവിയേറ്റി വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കട്ടി കുറച്ച് ഇലയപ്പത്തിനുള്ള മാവ് ഇലയിൽ പരത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വാഴയിലയിൽ പരത്തിയെടുത്ത ഓരോ ഇലയുടെയും നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ട് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഏറ്റവും ചെറിയ തട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തിയെടുത്ത ഇലയുടെ മുഴുവൻ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിന് ആവി കയറ്റാൻ പോവുകയാണ്. അപ്പോൾ ആവി കൊണ്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം, എങ്ങനെ ഉണ്ടെന്ന് പറയാമേ. അപ്പോൾ നമ്മുടെ ഇലയുടെ വെന്തിട്ടുണ്ട്. ഒരു ഏകദേശം 25-30 മിനിറ്റ് നമ്മൾ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ ഇലയുടെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനെ ഇലയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ഇച്ചിരി ചൂടുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ ചൂടോടുകൂടി നമ്മൾ എടുക്കുന്നത് കൊണ്ട് അതിന് ഇലയിൽ നിന്ന് വിട്ട് വരാൻ കുറച്ച് പാടുണ്ട്. അപ്പം നമ്മുടെ ഇലയപ്പം റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ അതിനോടൊപ്പം എടുത്തിരിക്കുന്നത് പാൽക്കാപ്പിയാണ്. വൈകിട്ട് ഇവിടെ എല്ലാവർക്കും പാൽക്കാപ്പി കുടിക്കുന്ന ശീലമാണ്. അപ്പോൾ ഇലയപ്പം കഴിക്കാനായിട്ട് ഇവിടെ കൊതിയോടെ നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ ചൂട് മാറി, ഏകദേശം കുറച്ചൊക്കെ ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇലയപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവി പറക്കുന്ന ഇലയപ്പത്തിനോടൊപ്പം പാൽക്കാപ്പി സൂപ്പർ കോമ്പിനേഷനാണ്. മസ്റ്റ് ട്രൈ ഇറ്റ്. സ്വസ്തി സാദി, ഇലയപ്പം എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? നല്ല മണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇലയപ്പം. സൂപ്പർ അമ്മേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇലയപ്പം കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചൂടോടെ ഇലയപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.